ദുരന്തർ കണ്ടു. നല്ല കിടിലൻ പടം. എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടായി. ഈ ബോളിവുഡിന്റെ ആ ഒരു കോറുണ്ടല്ലോ. നമ്മളിപ്പോ പണ്ട് ഇപ്പൊ ഇറക്കണത് ഫുള്ള് റീമേക്കാണ്. റീമേക്ക് വുഡ് എന്നാണ് നമ്മള് പറയാറ്. നമ്മളിങ്ങനെ ഊക്കിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് എന്താണ് അവരുടെ മെയിൻ പൊട്ടൻഷ്യൽ എന്താണെന്നൊന്ന് ഓർമ്മിപ്പിക്കുന്ന, ഒന്ന് റീക്യാപ്പ് ചെയ്യുന്ന ഒരു പടാണെന്ന് തോന്നി. കാരണം ഈ കൊല്ലം എന്നല്ല, റീസെന്റ്ലി നമ്മൾ കാണുന്നത് ഫുള്ള് ഈ റീക്യാപ്പും, സ്റ്റീരിയോടൈപ്പ് പോലത്തെ സാധനങ്ങളും, ക്രിഞ്ച് സാധനങ്ങളും, ഈവൻ നമ്മളൊക്കെ വന്ന് ഊക്കുക. അപ്പൊ ആ പരമസുന്ദരിയൊക്കെ കണ്ടാ അറിയാം. അങ്ങനത്തെ വല്ലപ്പോഴുമാണ് ഇങ്ങനത്തെ നല്ല പടങ്ങൾ വല്ലതും വരാറുള്ളൂ. അത് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇപ്പൊ ഈ കൊല്ലം എനിക്ക് ഓർമ്മയിൽ വേറൊരു നല്ല ബോളിവുഡ് പടം ഞാൻ കണ്ടത് ഈ ഹോം ബൗണ്ട് ആണ്. അല്ലാണ്ട് വേറൊന്നും എന്റെ ഓർമ്മയിലില്ല. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ നമുക്ക് 12th ഫെയിലും അങ്ങനത്തെ കുറച്ച് നല്ല പടങ്ങളൊക്കെ കിട്ടിയിരുന്നു. ഈ ദുരന്തർ എന്ന് പറയണത് ഇറ്റ്സ് എ മൂവി അബൌട്ട് ടെററിസം ആൻഡ് ഒരുപാട് ട്രൂ റിയൽ ലൈഫ് ഇൻസിഡന്റ്സിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവന്റ്സ് എന്നതാണ് ഈ സിനിമയുടെ ടാഗ് ലൈൻ തന്നെ. അവിടെയാണ് ഈ സിനിമ എന്നെ ഹുക്ക് ചെയ്യിപ്പിച്ചത്. ഈ സിനിമ തുടങ്ങുമ്പോൾ ഒരു ഒരു ഇന്ത്യയിൽ നടന്നിട്ടുള്ള ടെററിസത്തിന്റെ കുറച്ച് സീക്വൻസുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷേ ഈ സിനിമ എവിടെയാണോ ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവന്റ്സ് എന്ന് കാണിക്കുന്നത്, അത് നമ്മൾ ഉൾക്കൊണ്ട് കണ്ട് പിന്നെ അങ്ങട് കാണുമ്പോൾ ഇറ്റ്സ് സോ എന്താ പറയാ ഭയങ്കര ഒരു 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 മാതിരി നമുക്കൊരു സിറ്റുവേഷൻ തരില്ല. നമുക്കൊരു ഒരു ഒരു കറേജസ് മൊമെന്റ് ഇതിന് വേണ്ടിയിട്ട് ഒരു ടെററിസം തടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഇന്ത്യക്കാര് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ മിഷൻസ് ഒക്കെ നമ്മുടെ മിലിട്ടറി നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ സിനിമേനെ ഒരു ഡ്രൈവിംഗ് ഫാക്ടർ എന്ന് പറയാം. അല്ലാതെ അല്ലെങ്കിൽ ഇതില്ലായിരുന്നെങ്കിൽ ഇതൊരു നോർമൽ നമ്മളിപ്പോൾ ട്രെയിലറിൽ കാണുന്ന പോലെ ഒരു നോർമൽ സാധാരണ ഒരു ഒരു റിവെഞ്ച് ക്രൈം ഡ്രാമ എന്ന രീതിയിൽ പോയേനെ. ഇതിനിപ്പോ കഥ എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സ്പൈ ത്രില്ലർ സിനിമയുടെ ഒരു ഫോർമാറ്റ് തന്നെയാണിത്. കാരണം ഒരു നോർമൽ കൊമേഴ്ഷ്യൽ സ്പൈ ത്രില്ലറിന്റെ ഒരു ഒരു വൺ ലൈൻ എടുത്ത് എന്തായിരിക്കും, ഇവിടുന്ന് ആരെങ്കിലും ഒരാള് പുറത്തുള്ള വേറെ ഏതെങ്കിലും രാജ്യത്തോ വേറെ ഏതെങ്കിലും സ്ഥലത്തോ പോയിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് അയാൾ എങ്ങനെയാണ് ആ കാര്യങ്ങൾ മുഴുവൻ കണ്ടുപിടിക്കുക, എന്നിട്ട് തിരിച്ചങ്ങോട്ടങ്ങ് അങ്ങനത്തെ ആ രീതിയിലുള്ള വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള സാധനമാണ്. ടെററിസം തടുക്കാനായിട്ട് ഇന്ത്യയിന്ന് ഒരു 20 വയസ്സുള്ള ഒരു പയ്യനെ പാകിസ്ഥാനിലേക്ക് അയക്കുന്നു. അവിടുന്ന് ആ പയ്യൻ എന്തൊക്കെ അവിടെ കാണിച്ചു കൂട്ടും എന്നുള്ളതൊക്കെയാണ് ആ സിനിമയുടെ മെയിൻ പ്ലോട്ട്. പക്ഷേ ഇത് റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ബേസ് ചെയ്താണ്. ഇങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. ഇങ്ങനൊരു ഓപ്പറേഷൻ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പാകിസ്ഥാനില് ലയാറി എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട്. അവിടെയാണ് ഈ കുറേ മാഫിയ ഗ്യാങ്സ് ഉള്ളത്. അവിടെ ഇൻഫിൽട്രേറ്റ് ചെയ്യണം. അവിടെയുള്ള ഈ മാഫിയ ഗ്യാങ്സിനെ മുഴുവൻ തീർക്കണം. എന്നാൽ മാത്രമാണ് ഈ ടെററിസത്തിനെ ഫണ്ട് ചെയ്യുന്നതും ടെററിസത്തിനെ കൂട്ടുനിൽക്കുന്നതൊക്കെ ഇവരാണ്. സോ അതിന്റെ ആ ഒരു അതിന്റെ റൂട്ട് എടുത്ത് കളയാനാണ് ഇങ്ങനൊരു പ്ലാൻ ഇവർ ചെയ്യുന്നത്. സോ അത്രയും റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്കിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. നമ്മളിപ്പോ ഈ വിശ്വരൂപം ഇല്ലേ, നമ്മുടെ കമലഹാസന്റെ വിശ്വരൂപം, അതിന്റെ അതേ പ്ലോട്ട് തന്നെയാണ് ഇതിലും. പക്ഷേ ഈ പറയുന്ന റിയൽ ലൈഫ് ഇൻസിഡൻസ്, ഈ കാര്യങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അത് കാണിച്ചു തരുമ്പോൾ ഇറ്റ്സ് സോ ഗുഡ്. ഉറി എന്ന സിനിമയുടെ ഡയറക്ടറാണ് നമ്മുടെ 2019 പുറത്തിറങ്ങിയ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഉറി എന്ന് പടം. ഗംഭീര പടമായിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ മിലിട്ടറി മൂവി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടമാണ് ഉറി സർജിക്കൽ സ്ട്രൈക്ക്. അതിന്റെ എല്ലാ ആസ്പെക്ട്സുകളിലും, അതിപ്പോ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഗംഭീരമായിട്ട് അതിന്റെ പേസിംഗ് ഉള്ള, കിടിലം മേക്കിംഗ് ഉള്ള നല്ലൊരു ഒരു പ്രൊപ്പഗാൻഡ എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ചില ഇതിലും അതൊക്കെ ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. പക്ഷേ ഫുൾ ഓൺ പ്രൊപ്പഗാൻഡ ഒന്നുമല്ല. നമുക്ക് എന്താണ് ആ ഇൻസിഡന്റ് കാണിച്ചു തരുന്നത്, നമുക്കൊരു ഒരു ഒരു വൗ ഫാക്ടർ കിട്ടില്ല. ആ രീതിയിലുള്ള ഒരു പടമായിരുന്നു ഉറി. അതേ ഡയറക്ടർ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ ചങ്ങായിക്ക് പടം എടുക്കാൻ അറിയാം. ഇങ്ങനത്തെ പടങ്ങൾ പ്രത്യേകിച്ച് റിയൽ ലൈഫ് ഇൻസിഡൻസ്, ഇന്ത്യൻ ആർമിയുടെ റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ബേസ് ഇത് പറയുമ്പോൾ ശരിക്കും ഇതൊരു ആർമി പടമാണ്. പക്ഷെ കാണുമ്പോൾ നമുക്കൊരു ക്രൈം ത്രില്ലർ പടം പോലെയാണ് ഫീൽ ചെയ്യുക. ഈ സിനിമയിൽ 3.5 മണിക്കൂറിന്റെ ഈ പടം എനിക്ക് ഭയങ്കര എൻഗേജിംഗ് ആയിട്ടാണ് ത്രൂ ഔട്ട് ഈ പടം തോന്നിയതും. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ സിനിമയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് ഏക ഫോൾട്ടായിട്ട് തോന്നിയത് ഇതിലെ ഹീറോയിനാണ്. ഹീറോയിന്റെ ആവശ്യം തന്നെ ഈ ഒരു പടത്തിലുണ്ടായിരുന്നില്ല. ഓക്കെ, കഥയിൽ ഒരുപക്ഷെ ഉണ്ടാവാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻഷിപ്പ്, ആ ഒരു ക്യാരക്ടറിന് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഒരു എന്താ പറയാ, മുഴച്ചു നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. കാരണം ആ ഒരു ക്യാരക്ടറൈസ് സിങ്ക് ആവുന്നില്ല. ദെൻ എനിക്ക് മിസ്കാസ്റ്റ് ആയിട്ടും തോന്നി. ആ ആ കുട്ടീനെ നമ്മള് അങ്ങനെ കണ്ടിട്ടില്ല. നമ്മളാ ഒരു ചെറിയ, അയ്യോ, നമ്മുടെ മറ്റേ ആ വിക്രത്തിന്റെ പടത്തിലും നമ്മുടെ നമ്മുടെ മലയാളത്തിലൊക്കെ ഉണ്ടല്ലോ, ആൻമേരിയ കലിപ്പിലാണ്. അതിലൊക്കെ ഉള്ള ആ ഒരു പെൺകുട്ടിയാണ്. അതിന് നമ്മള് അങ്ങനത്തെ ഒരു കുഞ്ഞായിട്ട് കണ്ടിട്ട് നമ്മള് ഇതില് ഒരു ഹീറോയിൻ, ഒരു ആക്ട്രസ് ആയിട്ട് കാണുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തന്നെ കുറെ പ്രശ്നങ്ങൾ. അത് ഒന്ന്. രണ്ടാമത് ഒരു വലിയൊരു മിസ്കാസ്റ്റ് ആയിട്ട് തോന്നി. ഒരു ഒരു ചേർച്ചയില്ല. തന്നെ ഈ ഒരു ക്യാരക്ടർ വരുമ്പോഴൊക്കെ തന്നെ നമുക്ക് സ്ക്രീനിൽ ഒരു 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 സഡൻ ബ്രേക്കാണ്. ഭയങ്കര ഫ്ലോ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ വന്ന് കുറച്ച് ആ ഒരു ലവ് ഇൻട്രസ്റ്റ് കാണിക്കുന്ന സമയത്ത് പടത്തിന്റെ ആ ഒരു ഫ്ലോ മൊത്തം പോകുന്നുണ്ട്. സോ ഈ രീതിക്ക് അത് മാത്രമാണ് എനിക്ക് സിനിമയിൽ ഒരു ആവശ്യമില്ലാത്തത്. അതൊരു അറൗണ്ട് ഒരു 10, 20 മിനിറ്റ് ഉണ്ടാവും.
അതൊന്ന് വെട്ടിച്ചുരുക്കിയായിരുന്നെങ്കിൽ ഈ ഒരു പടം ഒരു 3 മണിക്കൂറിൽ താഴെ റൺ ടൈം വന്നിട്ടുണ്ടാവും. സോ അത് മാത്രമാണ് എനിക്ക് ഈ സിനിമയിൽ ഏക പ്രശ്നമായിട്ട് തോന്നിയത്. പക്ഷെ അതുണ്ടെന്ന് വെച്ചിട്ട് സിനിമ നിങ്ങൾ കാണാതിരിക്കരുത്. ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള ഒരുപാട് നല്ല സീക്വൻസുകളുള്ള നല്ല ഒരു ഗംഭീര പ്ലോട്ടുള്ള ഒരു പടമാണ്. ആൻഡ് ഇറ്റ്സ് എ 2 പാർട്ട് മൂവി. 2 പാർട്ടായിട്ടാണ് ഈ സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത് തന്നെ. അല്ലാണ്ട് അടുത്ത പാർട്ട് ഇതിന്റെ സക്സസ് നോക്കി ഇറക്കാമെന്നല്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ ഇതൊക്കെ നടക്കാൻ പോകണമെന്നുള്ളത് നമ്മൾ ആക്ച്വലി ഈ പടത്തിന്റെ ട്രെയിലറിൽ ഫസ്റ്റ് ഇറങ്ങിയ ട്രെയിലറിൽ കാണിക്കുന്നത് മുഴുവൻ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ ഇതൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻസ് മാത്രമേ നമുക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ. ഇതിൽ രൺവീർ സിംഗിന്റെ മുതൽ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഗംഭീരാണെങ്കിലും അക്ഷയ് ഖാന ചങ്ങായി പൊളിച്ചടിക്കുന്നു. സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാ ആ ഒരു മാനറിസവും ഒക്കെ ഇതിലൊരു ഗംഭീരം. മൂപ്പര് ആ ഒരു ക്യാരക്ടർ വന്ന് നിൽക്കുമ്പോ ഒരു ഓറ ഉണ്ടല്ലോ. ഒരു 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 സാധനങ്ങളും ബിൽഡ് ചെയ്യുംന്ന് പറയുമ്പേ ഓറ ഫാമിംഗ് വില്ലൻസ് എന്നൊക്കെ നമ്മള് പറയില്ലേ. ആ രീതിയില് ഗംഭീര ഓറയാണ്. ഗംഭീര സ്ക്രീൻ പ്രസൻസ് ആണ് ആ ചങ്ങായി വന്ന് നിൽക്കുമ്പോ. ദെൻ സഞ്ജയ് ദത്തിനൊക്കെ എന്ത് ചവറ പടങ്ങളാണ് ഈ അടുത്ത കാലത്ത് കണ്ടതെന്ന് അറിയില്ല. പക്ഷെ മൂപ്പർക്ക് കൊടുത്തിട്ടുള്ളത് വളരെ നല്ലൊരു റോളാണ്. ഒരു പാകിസ്ഥാനിലുള്ള ഒരു പോലീസ് ഓഫീസറായിട്ടാണ് മൂപ്പരുടെ ക്യാരക്ടർ വരുന്നത്. അത് നല്ല ആ മൂപ്പരുടെ ആ ഒരു ഇൻട്രോ മുതൽ ആ ഒരു ക്യാരക്ടറിന്റെ വൈബ് മുഴുവൻ ഇങ്ങനെ പടത്തിൽ പിടിച്ചിട്ടുണ്ട്. സോ വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഒരു ചായക്കടക്കാരൻ മുതൽ ഒരു ജ്യൂസ് അടിക്കുന്ന ചങ്ങായി മുതൽ സിനിമയിൽ വന്നിട്ടുള്ള വലിയ ഇപ്പം മെയിൻ വില്ലൻ വരെയുള്ള എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള റോൾസ് കൊടുത്തിട്ടാണ് ഈ സിനിമ ഇങ്ങനെ സ്റ്റേജ് ചെയ്ത് പോകുന്നത്. സോ ത്രൂ ഔട്ട് നല്ലൊരു ക്യാരക്ടർ ഇൻട്രോ എന്ന രീതിയിലാണ്. ഇനി അങ്ങോട്ട് ഇതിന്റെയൊക്കെ ഒരു തിരിച്ചടിയാണ് അല്ലെങ്കിൽ ഒരു റിവെഞ്ചാണ് അടുത്ത പാർട്ടി നമുക്ക് വരാനിരിക്കുന്നത്. സെക്കൻഡ് ഐ തിങ്ക് മാർച്ച് ഈ 2025 മാർച്ചിൽ തന്നെ മാർച്ച് 19 തന്നെ ആ ഒരു പടം ഇറങ്ങുന്നുണ്ട്. സോ സെക്കൻഡ് പാർട്ടിന് ഭയങ്കര ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു വാച്ച് തന്നെയായിരുന്നു. നമുക്ക് റൺ ടൈം കുറേ കിട്ടും. അത് പറഞ്ഞിട്ട് ഈ പടം കാണാതിരിക്കരുത്. നമ്മളിപ്പോൾ കാണുന്ന പല പടങ്ങൾക്കും റൺ ടൈം ഇപ്പം ഉണ്ട്. പല സിനിമകളും നമ്മളറിയാതെ തന്നെ 3 മണിക്കൂറിനടുത്ത് റൺ ടൈം വരുന്നുണ്ട്. ഇതൊരു 3 1/2 മണിക്കൂർ കൂടി ഉണ്ടെന്ന് മാത്രം. പക്ഷെ എവിടെയും സമയം പോയല്ലോന്ന് പറഞ്ഞ് നമ്മൾ വാച്ച് നോക്കില്ല. ഏക നോക്കുന്ന സ്ഥലം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഹീറോയിന് വരുന്ന സമയം മാത്രമാണ്. പക്ഷേ സ്റ്റിൽ ഒരു അനാവശ്യമായിട്ടുള്ള പാട്ട് സീക്വൻസുകളോ അനാവശ്യമായിട്ടുള്ള വലിച്ചു നീട്ടങ്ങളോ ഒന്നുമില്ലാതെ ടു ദി പോയിന്റ് ആണ് പല സ്ഥലത്തും സിനിമ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിംഗ് ഉള്ള നല്ലൊരു നല്ലൊരു ബോളിവുഡ് പടം എന്നൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അടുത്ത ഒരു പാട്ടിനെ പറ്റിയുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.